ഒരു ദിവസം രാവിലെ നേതാവായ ആളല്ല ഇ വിനീതനെന്ന് പൊതുയോഗങ്ങളിൽ പലപ്പോഴും ഇ അഹമ്മദ് പറയാറുണ്ട്. MSFന്റെ പ്രസിഡന്റ്, യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പദവികളെല്ലാം വഹിച്ച് പടിപടിയായാണ് ഇ അഹമ്മദ് മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത്. 1990 വരെ സംസ്ഥാന രാഷ്ട്രീയമായിരുന്നു ഇ അഹമ്മദിന്റെ തട്ടകം. PK കുഞ്ഞാലിക്കുട്ടി പാർട്ടിയിൽ ശക്തനായതോടെ ഇ അഹമ്മദ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കളം മാറി. 1991 മഞ്ചേരിയിൽ നിന്നും വിജയിച്ച് അഹമ്മദ് പാർലമെന്റിലെത്തി. തട്ടകം ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴും സംസ്ഥാന ലീഗിന്റെ തീരുമാനങ്ങളിലും ഇ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മുന്തിയ പരിഗണന തന്നെയാണ് ലഭിച്ചത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ 19 പേരും പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നും UPA സർക്കാരിനെ പിന്തുണക്കാനുണ്ടായിരുന്ന ഏക ലോക്സഭാ അംഗം ഇ അഹമ്മദായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഇ അഹമ്മദിനെയാണ് പകരം നിശ്ചയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദിന് സീറ്റ് നിഷേധിക്കാൻ പാർട്ടിയിലെ പ്രബല വിഭാഗം ശ്രമിച്ചു. എന്നാൽ പകരം ആര് എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അഹമ്മദിന് തന്നെ മലപ്പുറം സീറ്റ് നൽകി. പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് അവഗണിച്ചും മത്സരിച്ച അഹമ്മദ് കൂടിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. പിന്നെ എൻ്റെ പാർട്ടി, അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനും എൻ്റെ പാർട്ടിയിൽ തമ്മിലുള്ള ബന്ധം. ഞാനൊരു പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ സോൾജറാണ്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ പാർട്ടിക്ക് ഇവിടെയുള്ള സ്വാധീനം. ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ വിലാസം തന്നെയായി മാറിയ ഇ അഹമ്മദ് ജീവിതത്തിൽ നിന്നും പിൻവാങ്ങുമ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് എളുപ്പം ഉത്തരം കണ്ടെത്താനാകില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.